Welcome all to JJ Vlogs. Are you guys interested in tripping, touring different new destinations like the places? I'm so much interested. I came with another video. This is a secret place like ഇതൊരു അധികം ആൾക്കാർ പോകുന്നൊരു ഏരിയ അല്ല, ഒരു ഫാം. നിങ്ങൾ കണ്ടത് ഇത് ഒട്ടക ഫാമിലി. ആദ്യമായിട്ടാണ് ഒട്ടകത്തിൻ്റെ കുട്ടീനെ ഞാൻ കാണുന്നത് നേരിട്ട്. ഒട്ടകത്തിൻ്റെ കുട്ടി കണ്ടല്ലോ, എന്തൊരു പാവാന്നൊരു രണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. അവനൊരു വെക്കിളി പിടിച്ച കുട്ടിയാണ് ഈ ഇരുന്നത്. മറ്റവൻ കുഴപ്പമില്ല, മറ്റവൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്. നല്ല ഫാസ്റ്റ് ഉണ്ട് ഓട്ടത്തിലൊക്കെ. എന്നെ നോക്കണുണ്ടോ, അച്ഛനൊക്കെ എന്നെ നോക്കണം. മോനെ ഫോട്ടോ എടുത്തതിൻ്റെ പേരില്ല, വേറെ ഒന്നുമില്ല. ഇതൊരു ഒഴിഞ്ഞൊരു ഏരിയയാണ്. ഒഴിഞ്ഞ ഏരിയയിലെ ഫാം. അതുകൊണ്ട് അബുദാബിയിലെ ഉള്ളിൽ. ഞാനങ്ങനെ കണ്ടെത്തുന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഈ സ്ഥലമൊന്നും ചോദിച്ചാൽ എനിക്കൊന്നും അറിയാൻ വഴിയില്ല. കുറേ പോയതിനു ശേഷം കണ്ടപ്പോൾ ഒരു ഫാം ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തി. അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ നേരെ പോക്കോ, പോയിട്ട് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കാണാനുള്ള സ്ഥലമുണ്ട്. ബംഗാളി ചേട്ടന്മാരാ. ഞാനപ്പോൾ എടുത്ത് രാവിലെയാണ്, മോർണിംഗാണ്, അത്ര വെയിൽ തുടങ്ങുന്നുള്ളൂ. എന്തായാലും വന്നു എടുത്ത്. എനിക്കാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അധികം ആൾക്കാർ കാണുന്നത് പ്ലാൻ ചെയ്ത് കാണുന്നത് ഇഷ്ടമല്ല. ഈ റോഡ് കണ്ടോ നിങ്ങൾ? ഏതൊരു ഭൂമികുലുക്കുണ്ടായ പോലത്തെ ഒരു അവസ്ഥ. ഭൂമികുലുക്കല്ല, ഈ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായതിനു ശേഷം ഉണ്ടായ റോഡ് ഫുള്ള് മണ്ണും മണലും റോഡ് നശിച്ച്. റോഡിൻ്റെ ഈ സൈഡ് മൊത്തം കുഴിഞ്ഞു പോയിട്ടുള്ളുണ്ട്. ലാൻഡ് സ്ലൈഡിങ് നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ നാട്ടിലൊക്കെ ദ്രവിച്ച് പോണത് വെള്ളം? അതേപോലെ റോഡിൻ്റെ അവസ്ഥയുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് അഡ്വഞ്ചർ, കുറച്ച് എന്തൊക്കെയൊരു പാഷനേറ്റ് ആൾക്കാർക്ക് കാണാൻ പറ്റിയ വീഡിയോ ആണ്. ഓഫ് റോഡ് കുറേ ഓടിച്ചിട്ട് ഞാൻ നാട്ടിൽ ഓടിച്ചിരുന്ന ഓഫ് റോഡായി. ഇനി ഇവിടെ കുറച്ച് നേരം ഓഫ് റോഡ് ഓടിക്കാൻ പറ്റുന്ന അവസരം കിട്ടുന്ന എനിക്ക് തോന്നുന്നു. ഫുള്ള് റോഡ് തകർന്നു പോയിട്ടുണ്ട്. ഒരാൾ പോലില്ല. ഈ ഏരിയയിലൊന്നും ഒരാളില്ല. ഇനി കുറച്ചും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലെങ്തി വീഡിയോ ആണ്, ഭയങ്കര ലെങ്തിയാണ്. ഞാൻ പോണ വഴി മൊത്തം എടുത്തിട്ടുണ്ട്. മൊത്തം ക്യാമറയിൽ പെട്ട് ഞാൻ കുറച്ച് വഴുതിട്ട് ഇങ്ങനെ നേരെ പോവാണ്. കുറച്ച് പേടി വന്നതുകൊണ്ട് അവസാനം കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിക്കും വണ്ടി. ബിക്കോസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാലും എനിക്ക് ആ ഒരു വേൾഡ് വാർ കഴിഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥ റോഡൊക്കെ. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പേടിച്ചിട്ട് വലിയ പേടിയൊന്നുമില്ല. എന്നാലും ഞാനിങ്ങനെ വണ്ടി കേടായി ഞാൻ എന്ത് ചെയ്യും? കെട്ടി നടക്കണ്ടവരില്ലേ? ഇപ്പം അവിടെ കണ്ടതാണ് ഒരു ആൾക്കാരെ കണ്ടത്. ഇനി അവസാനം ഞാനൊരു വില്ലേജിലെത്തും. ഇതിനുള്ളിലൂടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് വില്ലേജ് ഉണ്ടാവും. അതിൽ ഈ വീഡിയോ എൻഡിങ്ങാണ്. ആ വീഡിയോയിൽ ഒരു ചേട്ടനെ കാണും. ഞാൻ പറയണത് ഒന്നും ആൾക്ക് മനസ്സിലാവില്ല, ആൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാനൊന്ന് ഊഹിച്ചെടുത്തു. വഴി ചോദിക്കാൻ പോയത് അവന് വലിയ പൊട്ടനാന്ന് പറയില്ലേ, അവസ്ഥ വേണ്ട. ഇതിന് നമ്മുടെ റോഡ് പൊളിഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കട്ടെ, റോഡിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ പൊളിഞ്ഞെടുക്കണത് ഉണ്ടോ? ഞാൻ നാട്ടിലോട്ട് വെക്കേഷന് പോയപ്പോൾ ഞാൻ നേരെ നാട്ടിൽ 28 ദിവസം വെക്കേഷന് പോയി. ഞാൻ സോളോ ട്രിപ്പ് പോയി. കസോൾ, മണാലി, ഹിമാചൽ, ലക്നൗ, ബാംഗ്ലൂർ, അങ്ങനെയൊക്കെ ആയിട്ട്. ഇത് ലാൻഡ് സ്ലൈഡിങ്ങും ആ റെയിനുള്ള സമയത്തായിരുന്നു. കസോളിൽ പോയപ്പോൾ മൗണ്ടെയ്ൻസിൻ്റെ ഇടയിൽ കയറുമ്പോൾ പകുതി റോഡ് ഒലിച്ച് പോയി കിടക്കാം. അത് അടിയിലോട്ട് കൊക്ക പോലെ ആയിട്ട്. അതൊക്കെ ഞാൻ പകർത്തിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഫോൺ നാശമായി, ബാക്കപ്പ് ഉണ്ടെന്നില്ല, ഒക്കെ പോയി. കസോള് 22 ഡേയ്സിൻ്റെ ട്രിപ്പ് സോളോ. നല്ല കാര്യങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടോ ഒളിഞ്ഞെടുക്കണ്ട റോഡ്. അതേപോലെ ഞാൻ കഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ള എനിക്കൊരു സാം എന്ന് പറഞ്ഞൊരു സെക്കൻഡും കൂടി ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ്. ഡൽഹിയിൽ നിന്ന് അവൻ കയറി സെപ്പറേറ്റ് ആയിട്ട് ഞാനും കയറി. ഞങ്ങൾ കമ്പനിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കസോളിൽ എൻജോയ് ചെയ്തത് ഒരു 5 ദിവസം. അന്ന് കസോളിൽ ഞങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസ്, അത് ലാൻഡ് സ്ലൈഡിങ് നടന്നതിൻ്റെ വീഡിയോസ്, അത് അടിപൊളി വിഷ്വൽസ് ഉണ്ടായിരുന്നു. ഒക്കെ പോയി, എൻ്റെ പോയില്ല. അവനെ ഞാൻ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഈ വീഡിയോയിൽ പിന്നെ ഞാൻ എന്തിട്ട് പറയാനുള്ള കാര്യമല്ലേ, നിങ്ങൾക്ക് വിഷ്വൽ കണ്ടപ്പോൾ മനസ്സിലല്ലേ എന്നിട്ട് നടക്കണത്.
വണ്ടിയൊക്കെ നാശമാവുന്നുള്ള പോലെ, പക്ഷെ എനിക്ക് വണ്ടി നാശമാവുന്നുള്ളൊരു പേടിയില്ല. ബിക്കോസ് ഇതേപോലെ നമ്മൾ ഇഷ്ടംപോലെ പോയിട്ടുള്ള വണ്ടിയൊന്നും നാശമായിട്ടൊന്നുമില്ല. മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കിരകിര സൗണ്ട് ഉണ്ടാവും, അത്ര തന്നെ. ഇതിനല്ലെങ്കിൽ സൗണ്ട് കൂടുതലാണ്. റോഡൊന്നുമില്ല, ഫുള്ളൊന്നും നല്ല എൻ്റെ പകുതി വീണിട്ടില്ല എന്നുള്ളൂ. മണലും കല്ലും ഇതൊക്കെ പൊട്ടിയിട്ട് ഒരുമാതിരി അവസ്ഥ. ഇത് നല്ലൊരു ഓഫ് റോഡറൊക്കെ ഉണ്ടെങ്കിൽ കൂടി കൊണ്ടുണ്ടാവും നൈറ്റായിട്ടൊക്കെ. അപ്പാച്ചി ഞാൻ സമ്മതിച്ചിട്ടോ, അപ്പാച്ചി അത്യാവശ്യം സാധനങ്ങളൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. റോഡ് കണ്ടല്ലോ, ഈ മണലാണ് പ്രശ്നം. ഈ മണലിലൂടെ വണ്ടി നീങ്ങില്ല അവരേക്ക്. കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പോകേണ്ടത് റോട്ടിലൂടെ കയറ്റാനായിട്ട്. ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിർത്താൻ ചാൻസ് ഉണ്ട്. ബാക്കിലോട്ട് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ചെറിയൊരു ഇനി പോയി ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണുന്നതിന് ഇഷ്ടമാണ്, പക്ഷേ ചിലപ്പോൾ ഇൻസിഡൻസ് മേ ഹാപ്പൺ. പക്ഷേ അവസാനം എന്തായാലും ഒരു ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ വഴി ചോദിച്ചത് വിറ്റായിരുന്നു. വഴി ചോദിച്ചുള്ള ആൾ നിർത്തിയതാണ്. ഇപ്പോൾ അറബികളാണ്, അറബികളുടെ ഉള്ളിലത്തെ അറബികളാണ്. ആൾക്ക് വേറെ ലാംഗ്വേജ് അറിയില്ല എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്ക് അറബിയില്ല, എനിക്ക് അറിയില്ല, മാഫി അറബി വിട്ടേക്ക് തന്നെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിടാ ചെയ്തേ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും വേറെ ഇപ്പോൾ ഇവിടെയൊക്കെ ഫാമുകളുടെ ഏരിയയാണ്. ഒട്ടകത്തിൻ്റെ ഫാമുകൾ, പല സെൻട്രിയേഡ് അങ്ങനെ ഫാമുകളാണ് കൂടുതലും. ഞാൻ രണ്ടാമതിപ്പോൾ ഒരു ഫാമിൻ്റെ അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ബംഗാളി ചേട്ടന്മാർ ഉണ്ടായിരുന്നു. നാളെ ഇതിൻ്റെ ഉള്ളിലാൾ ചോദിച്ചുകൊണ്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഞാൻ കൊടുത്ത് വണ്ടി ഓടിച്ചോണ്ടി, ഇതിൻ്റെ ഉള്ളിൽ ആര് വരാനാ, അവരോട് ചോദിക്കട്ടെ. നാട്ടിൽ ഓടിക്കണമല്ലേ, റോട്ടിലൊക്കെയാണ് ഞാൻ കൊടുക്കില്ല കേട്ടോ. എന്നിട്ട് ഞാനപ്പോൾ അവിടെ നിന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഞാൻ നേരെ വീണ്ടും ഇവിടെ നിന്ന് ഇറങ്ങി. ഇതിപ്പോൾ റോഡ് എനിക്ക് മിക പറ്റത് ഞാൻ തിരിച്ച് ഇതിനൊരു എൻഡില്ലാത്ത പോലെയാണ് പോണത്. ഇത് മരുഭൂമിയല്ലേ, പറയാൻ പറ്റില്ല. ഡയറക്ഷൻ തെറ്റിയാലും കൊണ്ട് ചാർജും കുറവാണ് ഫോണിൽ. പിന്നെ വെയിൽ വന്ന് തുടങ്ങാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 7 മണി 7:30 ടൈമാണ്. അതുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടില്ല എനിക്ക്. വെയിൽ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. ഒരു ചായക്കട പോലും ഇല്ല ഇവിടെ അടുത്ത്. മരുഭൂമിയിലുള്ള ആര് ചായക്കട ഇടാനല്ലേ. ഈ വീട് മുഴുവനായിട്ട് ഇട്ടതിൻ്റെ കാരണം ഇങ്ങനത്തെ റോഡൊക്കെ ഞാൻ വളരെ കുറവാണ് കണ്ടിട്ടുള്ളൂ. സിനിമകളിലാണ് കണ്ടിട്ടുള്ളത്, മാഡ് മാക്സിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫിലിംസിലൊക്കെ ഞാൻ ഇങ്ങനത്തെ റോഡ്സൊക്കെ കാണുന്നില്ല. ഞാൻ ആ റോഡ്സിലൂടെ യാത്ര ചെയ്യുകയാണ്. നാട്ടിൽ റോഡ്സിലൂടെ പോയിട്ട് പക്ഷെ ഇത്ര വിജയമില്ല. നമ്മുടെ ആന്ധ്ര കർണാടകയിലും ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ റോഡ്. തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് വിജയ റോഡ്. ഇത്രയ്ക്ക് വിജയമല്ല. ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിയണം, കുറച്ചുകൂടി സമയം. ഇപ്പോൾ ഞാൻ അധികം നേരം നഷ്ടപ്പെടുത്താറില്ല. എനിക്ക് നഷ്ടപ്പെടുത്തുന്ന ഇത്ര ഇഷ്ടമുള്ള. ഞാൻ ഈ സമയം വേഗം കഴിഞ്ഞ് വേഗം വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ മോർണിംഗ് ഒരു 5:15 ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 മണി 8 മണിക്കുള്ളിൽ ചൂട് തുടങ്ങി. അതിന് മുമ്പ് ഞാൻ തിരിച്ച് വീട്ടിലെത്തും. അതാണ് എൻ്റെ മെയിൻലി രാവിലത്തെ ഒരു ഹോബി. രാവിലെ പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകും. എന്നിട്ട് പോയിട്ട് 1.5 മണിക്കൂറിൽ തിരിച്ചു വരും. അത്ര ചെയ്യണം. അതിനുശേഷം ഇതിന് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും. ഈ റോഡ് കണ്ടില്ല, ഈ റോഡ് ഓടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ടയേർഡാവും. ഒന്നത് ഇങ്ങനത്തെ ജർക്കിങ് ചാട്ടമല്ലേ. ഈ സാധാ റോഡ് കുഴപ്പമില്ല കേട്ടോ. ഹൈവേ നല്ല സുഖമാണ്. ഞാൻ നാട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഊട്ടിയിലോട്ട് 200 കിലോമീറ്ററൊക്കെ ദൂരമുണ്ട്. 200 കിലോമീറ്റർ എത്താനായിട്ട് ഞാൻ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ എടുക്കലുണ്ട്. ഇവിടെ 200 കിലോമീറ്റർ എത്താൻ ഞാൻ 3 മണിക്കൂർ അതിന് അടുത്ത് തന്നെ എടുക്കണം. അതിന് താഴേക്ക് എടുക്കലുള്ളൂ. സൂപ്പർ റോഡാണ്. ഇതാണ്, നല്ല സ്പീഡ് ലിമിറ്റിലുണ്ട്. അത് തന്നെയാണ്. ഈ അപ്പാച്ചി വെച്ചിട്ടാണ് ഞാൻ
ദുബായ് ടു അബുദാബി 2 മണിക്കൂറിലെത്തുന്നത്. അപ്പോൾ ഇതിന് നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ആണെങ്കിൽ 1 മണിക്കൂറിലെത്താം. ദുബായിൽ കിലോമീറ്റർ നോക്കണ്ട, വേഗം സ്ഥലത്തും. ഇതെനിക്കൊരു നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ദിവസങ്ങളായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വ്യത്യസ്തമായ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. അതിൽ കാണാത്ത കാര്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഇഷ്ടം. പിന്നെ പിക്ചർ കിട്ടുന്ന സ്ഥലങ്ങൾ, പലതും മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളിലോട്ട് തിരിച്ച് കൊണ്ടുവരുന്ന സ്ഥലങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ എനിക്ക് കിട്ടും പിക്ചറാണ്. ബിക്കോസ് ഞാൻ ക്യാമലിൻ്റെ കുടുംബത്തിനെ ഒരുമിച്ച് കണ്ടില്ല, ഇപ്പം കണ്ട്. ഇത് മാഡ് മാക്സിലെ റേസിങ് സീനൊക്കെ ഉള്ള പോലത്തെ ഒരു സ്ഥലം, അത് ഞാനിപ്പോൾ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത് ഞാൻ പോയി അത് വീഡിയോ ഇട്ട് പകർത്തി ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടു. അധികം സമയം ഇഷ്ടമായിട്ടില്ലെങ്കിലും ബനിയാസ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ഏരിയയിലാണിത്. ഡൂൺസ് അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയകളാണ്, എന്തോ ആർക്കിയോളജിക്കൽ എന്തൊക്കെ ഉണ്ട്. എനിക്ക് അത്രയ്ക്ക് വലിയ ഏരിയയില്ല, യാതൊരു അന്വേഷിക്കാറില്ല, തിരക്കാണ്, സമയമില്ല, അതുകൊണ്ടാണ് സോറി. ഈ വീഡിയോ നാട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കാണാം, അധികം സമയം ഉണ്ട്. അപ്പം നോക്കണ്ട, ഞാൻ ഇതിലും വലിയ വീഡിയോസ് ഇട്ടണം എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. 30 മിനിറ്റ് 40 മിനിറ്റിൻ്റെ വീഡിയോസ് ഇട്ടണം എന്നുള്ള ചിന്തയിലാണ്. പക്ഷേ ടോപ്പിക്സ് ഇല്ല സംസാരിക്കാനായിട്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ വിചാരിക്കുക അഹങ്കാരമാണ് നിൽക്കുകയാണ്. ആൾക്കാർ വിചാരിക്കേണ്ടി ഞാൻ നോക്കാറില്ല. ഇനി ഇവിടുന്ന് ഒരു ബിൽഡിങ് കാണും കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ആ ബിൽഡിങ് കഴിഞ്ഞിട്ട് റൈറ്റ് പോകാനാണ് എൻ്റെ അടുത്ത് ആദ്യം കണ്ട ഒട്ടകത്തിൻ്റെ അടുത്തുള്ള ചേട്ടന്മാർ പറഞ്ഞത്. ഞാൻ ആ വഴി കണ്ടില്ല, ഞാൻ നേരെ വിട്ടു. അതാണ് ഈ തെറ്റിയ തെറ്റ്. ഇതിപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ് ആണ്, ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോകണം. അതാണ് ഗ്രാമത്തിലേക്ക് ഫാമിലോട്ട് പോണ വഴി. അതവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല, ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഈ റോഡൊക്കെ കുഴിഞ്ഞിരുന്ന് കണ്ടപ്പോൾ എനിക്കൊരു ലോസ്റ്റ് ഫീലിംഗ് തോന്നിയത്. ആൾക്കാർ നശിച്ച സ്ഥലം പോലെ. ക്രിയേഷൻസ് നോ ഡ്രോൺസ് അലൗഡ് എന്നൊക്കെ കൊണ്ട് പല പല ബോർഡുകളുണ്ട്, വ്യത്യസ്തമായ ബോർഡുകൾ എന്തോ ഇവിടെ ഉണ്ട്. ഇവിടെ ഞാനതിൻ്റെ പിന്നാലെ പോകുന്നില്ല, പക്ഷെ എനിക്കതല്ല പണി. ഭാഗ്യം കൊണ്ട് ഒരു ആക്സിഡൻറ്റും ഒരു വണ്ടി വീണില്ല ഇന്നത്തെ ദിവസം. സാധാരണ ഈ ഓഫ് റോഡ് പോകുമ്പോൾ പ്രാവശ്യങ്ങളൊക്കെ വീഴാറുണ്ട്. പ്രാവശ്യം എനിക്കൊന്നും പറ്റിയില്ല, 2-3 സ്കിഡ്സ് മാത്രമേ ഉണ്ടായുള്ളൂ, അതൊന്നും കുഴപ്പമില്ല. ഇത് രാത്രിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പറഞ്ഞത്, മറ്റേ വണ്ടി. ആ വണ്ടി എടുത്തിട്ടുണ്ടോ ഇനി അതിൽ ഇറങ്ങാനായിട്ട്. ചൂടും ഇപ്പോൾ ഒരു പ്രതികൂലാവസ്ഥയാണ്, അനുകൂലാവസ്ഥയല്ല. അതിലാവട്ടെ, ജീവിക്കട്ടെ, അത്രയൊക്കെ ഉണ്ട്. ഈ ഒരു കട്ടാണ് പോകണ്ടായിരുന്നത്. ഈ ഒരു കട്ടിൻ്റെ അപ്പുറത്തോട്ട് മൊത്തം ഫാമും അങ്ങനത്തെ ഒരു ഏരിയയാണ്. എനിക്ക് അവിടേക്ക് പോകാനാണ് അവരെൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഈ സൈഡിലൊക്കെ ഇതിൻ്റെ ഉള്ള ഒട്ടകങ്ങളാണ്. എനിക്ക് ഒട്ടകങ്ങളുടെ ഇഷ്ടമുള്ള ആളാണ്. ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചാവക്കാട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒട്ടകത്തിലല്ല, റാൻഡമായി കാണുന്ന ഒട്ടകത്തിൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറുന്നത് ചെയ്യണം. റേസിംഗ് ഒന്നും അറിയില്ല, പക്ഷേ ചെയ്യാനുള്ള ധൈര്യമുണ്ട്. എനിക്കതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൊണ്ട് ആദ്യം വരാം. പക്ഷെ അതൊന്നും നടക്കില്ല. എൻ്റെ കയ്യിൽ പൊട്ടത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ തൊട്ടാനൊക്കെ പറ്റും. ചിലപ്പോൾ അതും നടക്കും. ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം ഇല്ല, ശ്രമിക്കും, അറ്റ്ലീസ്റ്റ് ട്രൈ. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അവന്മാർക്ക് അതിന് കുറച്ച് പൈസ കൊടുത്തിട്ട് അവന്മാർ എന്തും സമ്മതിക്കും. പക്ഷേ ചില സമയത്ത് എനിക്കത് ചെയ്യാൻ തോന്നില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ചേട്ടന്മാർക്ക് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ കാണൽ വളരെ കുറവാണ്. അപ്പോൾ ഇവർക്ക് കുറച്ച് സമ്മാനങ്ങളും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് കൊടുക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒട്ടകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ തന്നെ എൻ്റെ ആൾക്കാർ ചെയ്ത് തരില്ലേ, മനുഷ്യന്മാരല്ലേ. എൻ്റെ കയ്യിലൊക്കെ പറഞ്ഞ ഇപ്പോൾ ഒരു 4 പേരില്ല എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടെന്ന് പറയും, ചെയ്യുമെന്ന് പറയും. അവനും ഫായതുള്ള കാര്യമാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ നിൽക്കണതിന് എങ്ങനെ ജീവിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. വർക്ക്ഷോപ്പിൽ വണ്ടികളൊന്നും കാണുന്നില്ല, ഡൗട്ടൊക്കെ കണ്ടോ, റാൻഡമായിട്ട് അവിടെ നിൽക്കണുണ്ട്. പക്ഷെ ഇതൊക്കെ കൂട്ടിലാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട് പന. കണ്ടോ, പന കണ്ടാലാണ് ദുബായ് ആണെന്ന് മനസ്സിലാക്കാം. ഈറ്റപ്പന
ഇത്ര നേരമായിട്ട് ഒറ്റ വണ്ടി പോലും കണ്ടില്ല കേട്ടോ ഈ വഴിക്ക്. ഒരു വണ്ടി കണ്ടു, അത് അകലെ പോകണത് കണ്ടു ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ അടുത്താണ് എൻ്റെ ചേട്ടനെ കാണാൻ പോണത്. ചേട്ടനല്ല, ഞാനിവിടെ എൻ്റെ പോയി കാണാൻ പോകുന്ന ആൾ വണ്ടി നിർത്തി ആളുടെ ഇതിൻ്റെ മുമ്പിൽ ആളിറങ്ങി വന്ന് പോണേ. ഞാൻ പെട്ടി. നീ കേട്ടോ എന്താ അവസ്ഥ ഉണ്ടാകാൻ പോണത്? ആളെന്തൊക്കെയോ പറയുന്നുണ്ട്, അതിന് ഞാൻ എന്തൊക്കെയോ ആൻസർ പറയുന്നുണ്ട്. കുറച്ചൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നണം, എനിക്ക് ചെറുതായിട്ട് മനസ്സിലാവും. ഈ ഫാമിലെ ചേട്ടനാ ആളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരണ്ടേന്ന്. अलहमदिल्ला पूरा काम है जोसेफ। अलहमदिल्ला जोसेफ है। अब नाम इसमें नहीं आदिल रोल्डिंग टूर दुबई फ्रेंड इधर दुबई है शकील दुबई से شو انت؟ इंडिया जोसेफ इंडिया जोसेफ إيه. This is all real thing. This one farm. English me. Okay, English.